ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് എക്സ്ക്ലൂസീവ് വോട്ടിംഗ് അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 10ാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ വന്നവർക്ക് വേണ്ടിയുള്ള വോട്ടിംഗ് അപ്ഡേറ്റാണ് ഇവിടെ പറയുന്നത്. ഇന്നാണ് വോട്ട് ചെയ്യാനുള്ള അവസാന ദിവസം. അപ്പോൾ എല്ലാവരും പരമാവധി വോട്ട് ചെയ്യുക. ഇതുവരെ ചെയ്ത വോട്ടനുസരിച്ച് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന അനീഷാണ്. അനീഷിന് കിട്ടിയിരിക്കുന്നത് 43,000 വോട്ടാണ്. തുടക്കം മുതൽ തന്നെ മികച്ച ഫാമിലി സപ്പോർട്ടുമായിട്ട് മുന്നേറുന്ന അനീഷിനെ തളയ്ക്കാൻ അനുമോക്ക് പോലും പറ്റിയില്ല എന്നുള്ളതാണ്. 2ാം സ്ഥാനത്താണ് അനുമോക്ക് 42,560 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും തുടക്കത്തിൽ 1ാം സ്ഥാനത്തായിരുന്ന അനുമോള് കഴിഞ്ഞ 2 ആഴ്ചയായിട്ടാണ് അല്പം പിറകിലോട്ട് പോയതെന്ന് മനസ്സിലാക്കുന്നു. 3ാം സ്ഥാനത്തുള്ള ഷാനവാസിന് 37,800 വോട്ടുകളുണ്ട്. ഷാനവാസും ആദ്യത്തെ ആഴ്ചയിലുണ്ടാക്കിയ ആ ബേസ് വോട്ടിൻ്റെ പുറത്താണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. 4ാം സ്ഥാനത്തുള്ള അക്ബറിന് കിട്ടിയിരിക്കുന്നത് 32,400 വോട്ടാണ്. അക്ബറും ഈ പറയുന്നതുപോലെ മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. നല്ലൊരു എൻ്റർടൈനറാണ്. ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ പിടിയിൽ നിന്നും മാറിയതിനു ശേഷം നല്ല ഗെയിമാണ്. 5ാം സ്ഥാനത്തുള്ള ലക്ഷ്മിക്ക് 27,800 വോട്ടുകൾ കിട്ടി. ലക്ഷ്മിയും LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെ പറഞ്ഞു കിട്ടിയ വോട്ടാണ്. അത് ഇപ്പോൾ ഡൗൺ ആയിട്ടുണ്ട്. അവസാന സ്ഥാനത്ത്, അതായത് 6ാം സ്ഥാനത്തുള്ള നെവിന് കിട്ടിയിരിക്കുന്നത് 25,600 വോട്ടാണ്. നെവിൻ ഡേഞ്ചർ സോണിലാണ്. ചിലപ്പോൾ ഈ ആഴ്ച ബിഗ് ബോസിൽ നിന്ന് പുറത്താവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരാളുകൂടിയാണ് നെവിൻ. 7ാം സ്ഥാനത്തുള്ള ബിന്നിക്ക് 23,000 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ബിന്നിയും ഈ പറയുന്നത് പോലെ അല്പം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലല്ല ഇതുവരെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. അത് ബിന്നിയുടെ പെർഫോമൻസിനെ ബാധിച്ചിട്ടുണ്ട്. അവസാന സ്ഥാനത്തുള്ള ആകാശ് സാബുമാന് കിട്ടിയിരിക്കുന്നത് 21,400 വോട്ടുകളാണ്. ഏറ്റവും അവസാന സ്ഥാനത്താണ് ആകാശ് സാബുമാൻ. ഈ ആഴ്ച ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ആകാശ് സാബുമാൻ ബിഗ് ബോസിൽ നിന്നും ഔട്ടാവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ആകാശ് സാബുമാൻ അല്ലെങ്കിൽ ബിന്നി ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ നെവിനും ഡേഞ്ചർ സോണിലാണ്. അപ്പോൾ ഡബിൾ എവിക്ഷനാണോ സിംഗിൾ എവിക്ഷനാണോ എന്നറിയാതെ കൃത്യമായ രീതിയിലുള്ള നിലപാട് നമുക്കവിടെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതാണ് ട്രെൻഡിങ്. ഇതനുസരിച്ച് അനീഷാണ് മുന്നിൽ, സാബുമാനാണ് ഏറ്റവും പിന്നിൽ. ഇതുപോലെയുള്ള എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.